യേശുവും അവരെ വിട്ടുപോകുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഹൃദയം കലങ്ങിപ്പോയി. അതിനാണ് അവരോട് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്. അതിനെ പഠിപ്പിച്ച് വരുമ്പോഴാണ് ഞാൻ പോയ ശേഷം വേറൊരു കാര്യസ്ഥൻ അഥവാ നിങ്ങളെ സഹായിക്കുന്ന ഒരാളെ എപ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയച്ചു തരും. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മുടെ സഹായിയാണ്, ഹെൽപ്പർ, കാര്യസ്ഥൻ, നമ്മുടെ കാര്യങ്ങൾ ചെയ്യുവാൻ കാര്യസ്ഥൻ. അതുകൂടാതെ എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കുവാൻ. പലപ്പോഴും ദൈവമക്കളാകുന്ന നാം ഞായറാഴ്ചയോ ശനിയാഴ്ചയോ മാത്രം പരിശുദ്ധാത്മാവിനെ അന്വേഷിക്കും. തിങ്കളാഴ്ച മുതൽ ശനിയാഴ്ച വരെ നമ്മുടെ ചിന്തയിൽ നമ്മൾ മുൻപോട്ട് പോകും. എന്നാൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ കർത്താവ് നമ്മൾക്ക് വേണ്ടി അയച്ചിരിക്കുന്നത് എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കാൻ. സ്കൂളിൽ പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴും അടുക്കളയിലായിരിക്കുമ്പോഴും വാഹനത്തിലായിരിക്കുമ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ. അതുകൂടാതെ എല്ലായ്പ്പോഴും നമ്മളെ സഹായിപ്പാൻ കാര്യസ്ഥനായി എല്ലാ കാര്യങ്ങൾക്കും, അന്യഭാഷ പറയുന്നതിന് വേണ്ടി മാത്രമല്ല, അടുക്കളയിൽ സഹായിക്കുവാനും പരിശുദ്ധാത്മാവ് മതിയായവനാണ്. അതുപോലെ നിങ്ങളുടെ ജോലി കാര്യങ്ങൾ, വണ്ടി ഓടിക്കുമ്പോഴും എല്ലായ്പ്പോഴും നമ്മളെ സഹായിപ്പാൻ. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന കാര്യസ്ഥൻ ഒന്ന് നമ്മുടെ കാര്യസ്ഥനായി എപ്പോഴും നമ്മുടെ കാര്യങ്ങൾ സഹായിപ്പാൻ കൂടെ ഇരിക്കും. രണ്ട്, എപ്പോഴും നമ്മളോട് കൂടെ ഇരിക്കും. അതിൻ്റെ 14:25 വായിച്ചാൽ, യോഹന്നാന്റെ സുവിശേഷം 14:25. ഞാൻ നിങ്ങളോട് കൂടെ വസിക്കുമ്പോൾ 26 വായിച്ചാൽ, എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും. മൂന്നാമത്തെ കാര്യം സകലതും ഉപദേശിച്ച്, ഒന്ന് നമ്മുടെ സഹായിയായി ഇരിക്കും, രണ്ട് എപ്പോഴും കൂടിയിരിക്കും, മൂന്നാമത് സകലതും ഉപദേശിച്ചു തരും. ഇനി അതിലേക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ പറഞ്ഞതൊക്കെയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ നാം മറന്നു പോകുമ്പോൾ, അഥവാ ചില സാഹചര്യങ്ങൾ നമുക്ക് ഓർമ്മയില്ലാതിരിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അതത് സമയത്ത് നമ്മളോട് കൂടെ ഇരുന്ന് സകലതും നമ്മൾക്ക് ഓർമ്മപ്പെടുത്തും. അപ്പം 4 കാര്യം: ഒന്ന്, സഹായി ആണ്; 2, എപ്പോഴും കൂടെയിരിക്കും; 3, ഉപദേശിച്ചു തരും; 4, കർത്താവ് പറഞ്ഞ സകല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തും. 5-ാമത് 16-ാം അധ്യായം, യോഹന്നാൻ 16-ാം അധ്യായത്തിന്റെ 7-8 വായിച്ചാൽ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരും. പാപത്തെക്കുറിച്ച് ബോധം വരും. അപ്പോൾ പരിശുദ്ധാത്മാവാകുന്ന ദൈവം നമ്മിൽ വന്ന് ചെയ്യുന്നത് എന്താണ്? പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക. 5-ാമത്തെ കാര്യം, ഒന്ന്, സഹായിയാണ്; 2, എപ്പോഴും കൂടെയിരിക്കും; 3, സകലതും ഉപദേശിച്ചു തരും; 4-ാമത്, കർത്താവ് പറഞ്ഞ് ഓർമ്മപ്പെടുത്തും; 5-ാമത്, പാപത്തെക്കുറിച്ച് നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാൻ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് ഇത് തെറ്റാണ്, ഇത് ചെയ്യരുത്, ഇത് പാപമാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇനിയും അതിന്റെ 13-ാം വാക്യം വായിച്ചാൽ, 16:13, യോഹന്നാൻ 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. 6-ാമത്തെ കാര്യം, സകല സത്യത്തിലും നമ്മെ വഴി നടത്തും. പിന്നെ അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. വരുവാനുള്ളത് സകല സത്യത്തിലും വഴി നടക്കും, വരുവാനുള്ളത് അറിയിച്ചു തരികയും ചെയ്യും. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാത്രമല്ല, ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയും പഠനത്തിലും എല്ലാറ്റിലും സഹായിയായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. കുഞ്ഞുങ്ങൾ കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിയാണ്. 2, മാത്രമല്ല നമ്മോടുകൂടെ എപ്പോഴും കൂടെയുണ്ട്. 3-ാമത്, നമ്മളെ സകലതും പഠിപ്പിച്ചു തരും, എന്താണ് ചെയ്യേണ്ടത്. 4-ാമത്, കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കും. 5-ാമത്, പാപത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തും. 6-ാമത്, സകല സത്യത്തിലും വഴി നടത്തും. 7-ാമത്, വരുവാനുള്ള കാര്യങ്ങളെക്കുറിച്ച്, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന പരിശുദ്ധാത്മാവ് നേരത്തെ നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകും. ഇനിയും 8-ാമത്, അപ്പോസ്തല പ്രവൃത്തി 1:8 വായിച്ചാൽ, അപ്പോസ്തല പ്രവൃത്തി 1:8. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികൾ. ശക്തി ലഭിക്കും. പരിശുദ്ധാത്മാവ് തെളിയുമ്പോൾ വലിയ ശക്തി നമ്മുടെ മേൽ വരുവാനിടയാവും. ആ ശക്തി എവിടുന്നാണ്? ലൂക്കോസ് 24:49 വായിച്ചാൽ, ലൂക്ക് 24:49.
ലൂക്കോസ് 24:49. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ ഉയരത്തിൽ നിന്ന് ശക്തി. അപ്പോൾ ആ ശക്തി വരുന്നത് എവിടെയാണ്? ഉയരത്തിൽ നിന്ന് വരുന്നതാണ് ശക്തി. സ്തോത്രം. എല്ലാ ശക്തിയെക്കാളും ഉയർന്ന ശക്തി, സാത്താന്റെ സകല ശക്തികളെക്കാളും, ഈ ലോകത്തിലെ ദൈവങ്ങളുടെ സകല ശക്തിയെക്കാളും, ജനങ്ങളുടെ ശക്തിയെക്കാളും ഏറ്റവും വലിയ ശക്തിയാണ് പരിശുദ്ധാത്മ ശക്തി. അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പൗലോസ് പറയുന്നത് 2 കൊരിന്ത്യർ 4:7 വായിച്ചാൽ ആ ശക്തിയെക്കുറിച്ച് പറയുമ്പോൾ 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി തുല്യമായ യാതൊരു ശക്തിയുമില്ല. സ്തോത്രം. ഈ അത്യന്ത ശക്തി അപ്പോസ്തലൻ 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അപ്പോൾ പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുമ്പോൾ ആദ്യമേ അന്യഭാഷയല്ല, ആദ്യമേ അഗ്നിജാല പോലുള്ളതായ ഒരനുഭവം, നമ്മളെ തന്നെ ഉരുക്കുന്നതായ ഒരനുഭവം, നമ്മളെ തന്നെ ദഹിപ്പിക്കുന്നതായ ഒരനുഭവം. ഈ കാലങ്ങളിൽ ഒരുപാട് പേര് പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നുണ്ട്. എങ്ങനെയാണ്? ചുള്ളിച്ചാടി ചിരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കും. അതൊന്നും ശരിയായ ആത്മാവല്ല. തുള്ളിച്ചാടിക്കൊണ്ട് കിട്ടുന്ന ഒന്നും ശരിയായ ആത്മാവല്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ആദ്യം അഗ്നി നമ്മളിലേക്ക് ഇറങ്ങി വരും. അഗ്നി ഇറങ്ങി വന്ന് നമ്മളെ ഉരുക്കി കരച്ചിൽ വരും ആദ്യം. അയ്യോ കർത്താവേ, ഞാൻ യോഗ്യനല്ലേ എന്നുള്ള കരച്ചിലാണ് ആദ്യം വരുന്നത്. അല്ലാതെ രണ്ട് കുലുങ്ങി ഡ്രം സെറ്റിന്റെ സ്പീഡിനും ഇതിനൊടിക്കുമ്പോൾ തത്ത എന്ന് അന്യഭാഷ വരും. ഇന്ന് അന്യഭാഷ പറയുന്ന കൂട്ടമാണ് ലോകത്തിൽ കൂടുതൽ. നിങ്ങൾ ഈ വടക്കേന്ത്യയിലേക്ക് വന്നാൽ അനേക സത്സംഗാരി ടപ്പടക്കടക്കട അന്യഭാഷ പറയും, പ്രവചനം പറയും അനേകർ. അതുപോലെ റോക്ക് ആൻഡ് റോളുകാരും എല്ലാം ടക്ക ടക്ക ടപ്പ ടക്ക പട്ട എന്ന് പറയും. ഇപ്പൊ അവരെല്ലാം പറയും. ഇന്ന് അന്യഭാഷ പറയാത്തവർ വളരെ കുറവാണ്. മെഡിറ്റേഷൻകാരും അന്യഭാഷ പറയുന്നുണ്ട്. എല്ലാവരും ഹിന്ദുക്കൾ കൂടുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ വലിയ ആളുകൾ അവരോട് നമുക്ക് കൈയടിക്കാം, പടപട കട്ടപ്പ ടപ്പ 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 എന്ന് പറയും. നിങ്ങൾക്ക് ആയിരക്കണക്കിന് ഞാൻ കാണിച്ചു തരാം. ഒരു പ്രാവശ്യം ഞാൻ പഞ്ചാബിൽ ഒരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിച്ചിട്ട് വേറൊരുത്തോടെ പോകുമ്പോൾ നല്ല അന്യഭാഷയുടെ ശബ്ദം കേൾക്കും. എൻ്റെ അറിവിൽ അവിടെ സഭകളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇറങ്ങിയിട്ട് എവിടുന്നാണ് വരുന്നത്, ഞങ്ങളുടെ ഒരു ചെറിയ വാഹനം ഉണ്ടായിരുന്നു, അത് നിർത്തിയിട്ട് എവിടുന്നാണ് നോക്കിയപ്പോൾ നല്ലൊരു ഗുരുദ്വാരയിൽ നിന്നാണ്, ഈ സിഖുകാരുടെ ക്ഷേത്രത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ കയറി ചെന്നപ്പോൾ 100-200 പേരിരുന്ന് ആടി അന്യഭാഷ പറയുക. നല്ല പെന്തക്കോസുകാർ പറയുന്ന പോലെ തെളിവായിട്ട് അന്യഭാഷ പറയുക. അതിൻ്റെ ഇടയ്ക്ക് 2 പേര് എഴുന്നേറ്റ് പ്രവചനം കൂടെ പറയും. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കേട്ടത് ചെവി കൊണ്ട് കേട്ടതുമാണ്. അതുകൊണ്ട് ഇന്ന് കാണുന്ന അന്യഭാഷയൊന്നും എല്ലാം ദൈവത്തിൽ നിന്നുള്ളതല്ല. മത്തായിയുടെ സുവിശേഷം 3:11 വായിച്ചാൽ, മത്തായിയുടെ സുവിശേഷം 3:11, മാത്യു 3:11. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. പരിശുദ്ധാത്മാവിലും തീയിലും. തീ വരാത്ത ആത്മാവ് പരിശുദ്ധാത്മാവല്ല. എല്ലാവരും നല്ലപോലെ ചിന്തിച്ചുകൊള്ളണം. തീയുടെ അനുഭവം വന്ന് കരച്ചിൽ വരാത്ത, ഹൃദയം ഉരുകാത്ത ഒന്നും ദൈവത്താൽ നിറയപ്പെട്ട പരിശുദ്ധാത്മാവല്ല. എല്ലാവരും നല്ലവണ്ണം ശ്രദ്ധിച്ചുകൊള്ളണം. സങ്കീർത്തനം 39:3 വായിച്ചാൽ, സങ്കീർത്തനം 39:3. എന്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ഹൃദയത്തിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. ഇതാണ് ശരിയായ പരിശുദ്ധാത്മാവ്. നമ്മുടെ ധ്യാനത്തിങ്കൽ തീ കത്തണം. ധ്യാനത്തിങ്കൽ തീ കത്തണമെങ്കിൽ എന്ത് ചെയ്യണം? റോമാലേഖനം 12:1-2 വായിച്ചാൽ, റോമാലേഖനം 12:1-2. സഹോദരന്മാരെ,
പുത്രന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടത് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവേ. അപ്പോൾ പ്രിയമുള്ളവരെ, യഥാർത്ഥ പരിശുദ്ധാത്മ ഇന്ന് വേറൊരാത്മാവ് ധാരാളമായി വന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അത് കുറച്ച് ഇളക്കപ്പെരുക്കം കൊണ്ട് ഡ്രമ്മിന്റെയും മറ്റിന്റെയും വിലയിൽ വരുന്നതാണ്. അതിനകത്ത് ജീവനില്ല. എന്നാൽ യഥാർത്ഥമായ ആത്മാവിൽ അഗ്നിയുണ്ട്. ആ അഗ്നി ഇറങ്ങി വരണമെങ്കിൽ എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവ് വസിക്കുന്നതായ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചേ മതിയാകുള്ളൂ. കാരണം ഈ ആത്മാവ് മനുഷ്യരുടെ ആത്മാവല്ല, ദൈവത്തിന്റെ, വിശുദ്ധനായ ദൈവത്തിന്റെ ആത്മാവാണ്. ഈ ആത്മാവ് എന്ന് പറഞ്ഞാൽ അന്യഭാഷ. എല്ലാവരും അന്യഭാഷയ്ക്ക് വേണ്ടി കാത്തിരിക്കാൻ ധാരാളം അന്യഭാഷ കിട്ടും. എന്നാൽ ദൈവത്തിന്റെ യഥാർത്ഥമായ ആത്മാവ് വരണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കണം. ലേവ്യ പുസ്തകം 9 അധ്യായത്തിന്റെ 23-24 വായിച്ചാൽ, The book of Leviticus chapter 9 verse 23 and 24. ലേവ്യ പുസ്തകം 9:23-24. മോശയും അഹ്റോനും സമാഗമന കൂടാരത്തിൽ കടന്നിട്ട് പുറത്തു വന്ന ജനത്തെ ആശീർവദിച്ചു. അപ്പോൾ യഹോവയുടെ തേജസ് സകല ജനത്തിന് പ്രത്യക്ഷമായി. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. ജനമെല്ലാം അത് കണ്ടപ്പോൾ ആർത്തു സാഷ്ടാംഗം വീണു. ഇവിടെ നാം വായിക്കുന്ന സമാഗമന കൂടാരം ആദ്യമായി മോശെ അത് ഒരുക്കി കഴിഞ്ഞപ്പോൾ, സകലതും യഹോവ കൽപ്പിച്ച പോലെ ചെയ്തു കഴിഞ്ഞപ്പോൾ, ദൈവത്തിന്റെ തേജസ് സമാഗമന കൂടാരത്തിലെ അതിപരിശുദ്ധ സ്ഥലത്തേക്ക് വന്നു. അവിടെ നിന്നും സമാപന കൂടാരത്തിന്റെ കോട്ടിന് മലയാളത്തിൽ എന്താ, പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന യാഗപീഠത്തിന്മേൽ യാഗവസ്തു ഒരുക്കിയിരിക്കുകയായിരുന്നു. അതിലേക്ക് തീ കടന്നു എന്ന് അതിനെ ദഹിപ്പിച്ചു. സമാപന കൂടാരം തുണി കൊണ്ടും മറ്റുള്ള കമ്പിളി കൊണ്ടും ഒക്കെ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് തേജസ് ഇറങ്ങി വന്നപ്പോൾ സമാഗമന കൂടാരം ദഹിച്ചില്ല. അതിപരിശുദ്ധ സ്ഥലത്തേക്ക് തേജസ് വന്നപ്പോൾ പ്രാകാരത്തിൽ വെച്ചിരിക്കുന്ന യാഗപീഠത്തിന്മേൽ യാഗം ദഹിക്കുവാനിടയായി. അതുപോലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന് തേജസ് നിറയുകയും പുറമേയുള്ള മനുഷ്യനിൽ അഗ്നി കത്താനും തുടങ്ങും. അതാണ് യഥാർത്ഥ പരിശുദ്ധാത്മ നിറവ്. അല്ലാത്തതെല്ലാം ചിരിച്ചുകൊണ്ടൊക്കെ നടക്കുന്നൊന്നും ശരിയല്ല, ശരിയായ ആത്മാവല്ല. അതിനെന്ത് ചെയ്യണം? ധ്യാനത്തിങ്കൽ തികർന്ന് അതിന് തങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന്റെ മുൻപിൽ യാഗവസ്തു സമർപ്പിക്കുന്നത് പോലെ സമർപ്പിക്കണം. കർത്താവെ, എന്നിൽ ഈ കുറവുണ്ട്, ആ കുറവ് ഞാൻ പരിഹരിക്കുന്നു. ഞാൻ ഇന്നാരോട് വഴക്കുണ്ടാക്കി, അത് ഞാൻ ഏറ്റെടുക്കുന്നു. കർത്താവ്, ഇന്നാർക്ക് പണം കൊടുക്കാനുണ്ട്, ഞാൻ ആ സമയത്ത് കൊടുത്തുകൊള്ളാം. അങ്ങനെ യാഗം ക്രമീകരിക്കണം. യുവക്കളാകുന്ന നാം ചിലപ്പോൾ നമ്മുടെ വാലയിലെ തൊലിയൊന്നും ഒരുക്കുകയില്ല. ഞാൻ ഇന്നാരാണ്, സ്വർഗത്തിലെ തീ ഇറങ്ങത്തില്ല, മറ്റേ തീ ഇറങ്ങും. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. എന്തുവാണ് ധ്യാനിക്കേണ്ടത്? കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എന്നിലേക്ക് വരേണ്ടതിന് ഇനി ഞാൻ ഏതെങ്കിലും ഒരുക്കമാക്കാനുണ്ടോ? ഏതെങ്കിലും കുറവുകൾ എനിക്ക്, ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റുപറയാനുണ്ടോ? ഞാൻ 13-ാമത്തെ വയസ്സിൽ പരിശുദ്ധാത്മാവ് പ്രാപിപ്പാൻ കർത്താവിന് കൃപ നൽകി. അതിനുശേഷം ഞാൻ ഓർക്കുന്നുണ്ട്, എന്റെ അമ്മച്ചിയോട് ചെന്ന് ക്ഷമ ചോദിക്കുക, അപ്പച്ചനോട് ക്ഷമ ചോദിക്കുക, കൂട്ടുകാരോട് ചെന്ന് ക്ഷമ ചോദിക്കുക. എന്നോട് ക്ഷമിക്കണമേ. കാരണം അകത്ത് അഗ്നി കത്തുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും വലുതായിട്ട് തോന്നുകയും ദൈവസന്നിധിയിൽ ക്ഷമ ചോദിക്കുകയും ഏറ്റവും താണ അവസ്ഥയിൽ എല്ലാവരാൽ പുച്ഛിച്ചാലും സാരമില്ല, എനിക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവ് മതി എന്നുള്ള താല്പര്യത്തോടെ പ്രാർത്ഥിപ്പാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകും. ആകയാൽ ഒന്നാമത് ചെയ്തേണ്ട, ഹൃദയത്തിൽ തീ കത്തണമെങ്കിൽ നമ്മുടെ ശരീരങ്ങളെ യാഗമായി, നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി ഈ ശരീരത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വസിക്കേണ്ടതാണല്ലോ, അതിനുവേണ്ടി ഞാൻ ഏൽപ്പിച്ചിരുന്നു എന്ന് പറഞ്ഞ് സമർപ്പിക്കണം. അപ്പോൾ ആ തീ ഉള്ളത്തിൽ വന്നു. അതിന് യെരമ്യാവിന്റെ പുസ്തകം 20:9 വായിച്ചാൽ, യെരമ്യാ പ്രവചനം 20:9.
ഞാൻ ഇനി അവനെ ഓർക്കുകയില്ല, അവന്റെ നാമത്തിൽ സംസാരിക്കുമില്ല എന്ന് പറഞ്ഞാലോ അത് എന്റെ അസ്ഥികളിൽ അടക്കപ്പെട്ടിട്ട് എന്റെ ഹൃദയത്തിൽ തീ കത്തും പോലെ ഇരിക്കുന്നു. എനിക്ക് സഹിച്ചു തളർന്നു, എനിക്ക് വഹിയാതെയായി. ഇവിടെ നാം വായിക്കുന്നത് ഹൃദയത്തിൽ നിന്ന് അഗ്നി അസ്ഥിക്കകത്തേക്ക് കയറി. ഹല്ലേലൂയ. പിന്നെ ആർക്കും അടക്കുവാൻ കഴിയില്ല. ഹൃദയത്തിൽ കത്തിയിട്ട് അത് അസ്ഥിക്കുള്ളിൽ കയറി. പ്രിയമുള്ളവരെ, പ്രിയ പെന്തക്കോസ്ത് ദൈവജനമേ, ഹൃദയത്തിൽ കുറച്ച് അഗ്നി കത്തിയാൽ മാത്രം പോരാ, അന്യഭാഷ പറഞ്ഞാൽ മാത്രം പോരാ, നമ്മുടെ അസ്ഥിക്കുള്ളിലും അഗ്നി കത്തണം. ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തന്റെ അസ്ഥിക്കുള്ളിൽ അഗ്നി കത്തിയവനായിരുന്നു കൊണ്ടാണ് ഒടുവിൽ ജയിലിൽ കിടക്കുമ്പോഴും ആത്മാവിൽ ആരാധിച്ചത്. ആകയാൽ പ്രിയമുള്ളവരെ, വെറും കുറച്ച് അന്യഭാഷ പറഞ്ഞാൽ പോരാ, കർത്താവേ എന്റെ അസ്ഥിക്കുള്ളിലും തീ കത്തണമേ. അതുപോലെ 104 സങ്കീർത്തനത്തിന്റെ 4 വാക്യം വായിച്ചാൽ, 104 സങ്കീർത്തനം 4 വാക്യം. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ ശുശ്രൂഷകന്മാരുമാക്കുന്നു. ശരിയായ തർജ്ജമയിൽ തന്റെ ശുശ്രൂഷകന്മാരെ അഗ്നിജാലകളാക്കുന്നു. മേക്കിംഗ് ഹിസ് മിനിസ്റ്റേഴ്സ് ഫ്ലേമിംഗ് ഓഫ് ഫയർ. തന്റെ ശുശ്രൂഷകന്മാരെ ആരാക്കുന്നു? അഗ്നിജാലകളാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ആ 120 മാളിക മുറിയിലുള്ള 120 പരിശുദ്ധാത്മാവ് പ്രാപിച്ച് ഇറങ്ങി വന്നപ്പോൾ അവർ ഓരോ സ്ഥലങ്ങളിലും ചെന്ന് തീ വയ്ക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. പരിശുദ്ധാത്മ നിറവ് പ്രാപിച്ചവരായി അവർ തീ വയ്ക്കുവാനായി തുടങ്ങി. ലൂക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, 12:49 വായിച്ചാൽ. ലൂക്കോസ് 12:49. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു. ഭൂമിയിൽ തീയിടുവാൻ. പലരും ചിന്തിക്കുന്നത് ന്യായവിധിയുടെ തീയാണ്. അല്ല പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവാകുന്ന തീയെ കുറിച്ചാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പരിശുദ്ധാത്മാവാകുന്ന തീയിടുവാൻ കർത്താവ് വന്നു. ആ തീ കത്തിക്കഴിഞ്ഞപ്പോൾ പുരോഹിതന്മാരുടെ പാരമ്പര്യ കെട്ടുകളെല്ലാം എരിയുവാൻ തുടങ്ങി. അവർ കൂട്ടം കൂട്ടമായി വിടുതൽ പ്രാപിപ്പാനിടയായി. കേരളത്തിലുള്ള ദൈവജനങ്ങളെ, ദൈവദാസന്മാരെ, നിങ്ങൾ സ്വർഗത്തിലെ തീയാൽ പിടിക്കപ്പെട്ടവരായി തീരുകയാണെങ്കിൽ ഈ പാരമ്പര്യങ്ങളിൽ കിടക്കുന്നവരുടെ കെട്ടുകളെല്ലാം നിങ്ങളിൽ കത്തുന്ന തീയാൽ അത് എരിഞ്ഞ് അവർ വിടുതൽ പ്രാപിപ്പാനിടയാകും. സ്തോത്രം. ആയാൽ പരിശുദ്ധാത്മാവ് തമ്മിൽ വരുമ്പോൾ ആദ്യമായി വരുന്നത് എന്താണ്? സ്വർഗത്തിലെ തീ നമ്മിൽ ഇറങ്ങി വരും. അത് കഴിഞ്ഞ് തീ വന്നതിന് ശേഷം അപ്പോസ്തലർ 2:4 വായിച്ചാൽ, 2:4 പെട്ടെന്ന് വായിച്ചു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. എല്ലാവരും ആദ്യമായി തീനാവ് അവർക്ക് പ്രത്യക്ഷമായി. അത് കഴിഞ്ഞവരെല്ലാവരും ആത്മാവിൽ നിറഞ്ഞ് അന്യഭാഷകളിൽ സംസാരിപ്പാൻ തുടങ്ങി. അന്യഭാഷകൾ സംസാരിക്കും. എന്തിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെങ്കിലും പെട്ടെന്ന് 1-2 വാക്യങ്ങൾ വായിച്ചു. കാരണം ചിലർക്ക് ഈ കാലങ്ങളിൽ ഒരു ചിന്തയുണ്ട്, അന്യഭാഷ ആവശ്യമുണ്ടോ ഇല്ലയോ. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ളവർക്ക് ആ സംശയങ്ങളെല്ലാം മാറിയിട്ടുണ്ടെങ്കിലും പെട്ടെന്ന് 1-2 വാക്യങ്ങൾ വായിച്ചു മുന്നോട്ട് പോകാം. അന്യഭാഷയിൽ സംസാരിക്കും എന്തിനു വേണ്ടി? 1 കൊരിന്ത്യർ 14:2 വായിച്ചാൽ. 1 കൊരിന്ത്യർ 14:2. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടത്ര സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നില്ലല്ലോ. എങ്കിലും അവൻ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ് നാം അന്യഭാഷകളിൽ സംസാരിക്കുമ്പോൾ ദൈവത്തോട് സംസാരിക്കുക. അതിന്റെ 4-ാം വാക്യം വായിച്ചാൽ. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ തനിക്ക് താൻ ആത്മീക വർധന വരുത്തുന്നു. ഇനി 14:13 വായിച്ചാൽ. 14:13. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനപരത്തിന് 14 വായിച്ചാൽ. ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ എന്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എന്റെ ബുദ്ധിയോ അഫലമായിരിക്കുന്നു. അന്യഭാഷയിൽ സംസാരിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, ബുദ്ധിയോ അഫലമായിരിക്കുന്നു. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 4:21-24 വായിച്ചാൽ. യോഹന്നാൻ 4:21-24. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും. അപ്പോൾ നാം ആത്മാവിൽ അന്യഭാഷയിൽ ദൈവത്തോട് ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആത്മാവാണ് ദൈവത്തോട് ആരാധിക്കുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഈ നമ്മുടെ ശരീരത്തിൽ 2 വിധ നേർവ്സ് ഉണ്ട്. ഒന്ന്, രക്തം നമ്മുടെ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. വേറൊരു നേർവ്സിൽ നാഡിയിൽ കൂടെ ഉപയോഗിക്കപ്പെട്ട രക്തം വീണ്ടും തിരിച്ചു വരുന്നു.
അങ്ങനെയാണ് നമ്മുടെ രക്തം ശുദ്ധീകരിക്കും. അത് കിഡ്നിയിലും ലങ്സിലും എല്ലാം കൂടെ പോയി അത് ശുദ്ധീകരിക്കപ്പെടുന്നു. അതുപോലെ നാം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ കൂടെ നമ്മുടെ ആത്മാവും ദൈവവും ആത്മാവുമായി ഇടകലരുകയാണ് ചെയ്യുന്നത്. ഇടകലരുമ്പോൾ നമ്മുടെ ഹൃദയത്തിലുള്ള ഭാരം, പ്രയാസം, ദുഃഖം എല്ലാം മാറി ഫ്രഷ് ആയി തീരുവാൻ, ഉന്മേഷമുള്ളവരായി തീരുവാൻ ഇടയാവും. അപ്പോൾ നമ്മുടെ എന്റെ ആത്മാവിൽ കുറച്ചു നേരം അന്യഭാഷ ആരാധിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവുമായി സംസർഗമുണ്ടായി. അങ്ങനെ അതിന് നമ്മൾ ചിലപ്പോൾ ഈ കാലങ്ങളിൽ ചെയ്യാറുള്ള ഉറച്ചു സ്തോത്രം പറ, അല്ലെങ്കിൽ അല്ലേലിയ പറ. പ്രിയമുള്ളവരെ, അതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടിക്കുള്ളാവുന്നതാണ്. പൊളിറ്റിക്കൽ പാർട്ടിക്ക് സ്റ്റേജിൽ ഇരിക്കുന്ന എല്ലാവരും ഒന്ന് ഉറച്ച അല്ലേലിയ പറഞ്ഞേ, അങ്ങനെയൊന്നും നമ്മുടെ കർത്താവിനെ സന്തോഷിപ്പിക്കാൻ കഴിയുന്നതല്ല. പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഇരിക്കുകയാണെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനായിട്ട് എല്ലാവരും കൂടെ ഉറച്ചൊന്ന് കീജയെന്ന് പറഞ്ഞാൽ അവർ സന്തോഷിക്കും. എന്നാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് പോകുന്നതാണ് കർത്താവ് സ്വീകരിക്കുന്നത്. ഒരു ഇമിറ്റേഷനും ഒരു ഇമോഷനും കൂടാതെ, ഒരു വികാരം കൂടാതെ നമ്മുടെ ആത്മാവും ദൈവത്തിന്റെ ആത്മാവും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം മാറുന്നതായിട്ട് കാണാം. റോമാലേഖനം 8:26-27 കൂടെ വായിച്ചാൽ. റോമാലേഖനം 8:26-27. അവണ്ണം തന്നെ ആത്മാവ് നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിൽക്കുന്നു. വേണ്ടുപോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് നാം അറിയുന്നില്ലല്ലോ. ആത്മാവ് തന്നെ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. എന്നാൽ ആത്മാവ് വിശുദ്ധർക്ക് വേണ്ടി ദൈവഹിതപ്രകാരം പക്ഷവാദം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിന്റെ ചിന്ത ഇന്നതെന്ന് ഹൃദയങ്ങളെ പരിശോധിക്കുന്നവൻ അറിയുന്നു. നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു ഭാരമുണ്ട്, ഭാരം വന്ന് കർത്താവേ, അയൽവക്കത്തുകാർ ഇങ്ങനെയായാലേ, ഭർത്താവ് ഇങ്ങനെ രോഗിയായിരിക്കുന്നു, കരഞ്ഞോണ്ട് അന്യഭാഷയിൽ അങ്ങ് തുടങ്ങുക. ആത്മാവിൽ ആരാധിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ ആ ഭാരം കർത്താവിന്റെ ഹൃദയത്തിൽ ആത്മാവുമായി ബന്ധപ്പെട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ആ ഭാരം എവിടെ പോയി എന്ന് നിങ്ങൾക്ക് അറിയില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അത് അനുഭവമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രയാസങ്ങൾ വരുമ്പോൾ, കഷ്ടങ്ങൾ വരുമ്പോൾ ആത്മാവിൽ നിങ്ങൾ കരഞ്ഞു പ്രാർത്ഥിക്കാതെ, മലയാളത്തിൽ പ്രാർത്ഥിക്കാതെ, ഹിന്ദിയിൽ പ്രാർത്ഥിക്കാതെ, ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കാതെ, ആത്മാവിൽ അന്യഭാഷയിൽ കുറച്ചു നേരം നിങ്ങൾ ദൈവത്തെ ആരാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവിലുള്ള ഭാരം ദൈവത്തിന്റെ ആത്മാവിലേക്ക് കലരുകയും നിങ്ങളിൽ ശുദ്ധമായ, ബലമായ, ആശ്വാസം നൽകുന്ന, സന്തോഷം നൽകുന്ന ആത്മാവിനാൽ നിറയുവാനും ഇടയാകും. അതിനുവേണ്ടിയാണ് ആരാധന നൽകിയിരിക്കുന്നത്.